Hello guys, welcome to another video of KL01 Techs. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ, അതായത് 24 നവംബർ രാവിലെ തുടങ്ങിയ ഫ്ലിപ്കാർട്ടിൻ്റെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കാനാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഇതാണ് ഓഫർ പേജ്. മേജർ ബാങ്കിങ് പാർട്ട്നേഴ്സ് ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, HDFC ആൻഡ് IDFC ഫസ്റ്റ് ബാങ്ക്. നമുക്ക് ജസ്റ്റ് മൊബൈലും അത്യാവശ്യം ഇലക്ട്രോണിക്സ് മാത്രം നോക്കാം, എല്ലാം നോക്കുന്നില്ല, കുറച്ച് മാത്രം നോക്കാം. മെയിൻ ഫോക്കസ് ഐഫോൺ. ഐഫോൺ 15 ആണ് ആദ്യം തന്നെ കിടക്കുന്നത്. അപ്പോൾ നോക്കാം. 57,749 വിച്ച് ഈസ് ഓക്കെ-ഇഷ്, ബിക്കോസ് ഇതിൽ നിന്നും കുറവായിരുന്നല്ലോ ബിഗ് ബില്യൺ. ഇപ്പം വലിയ ഓഫറില്ല, എന്നാലും ബിഗ് ബില്യൻ്റെ വരത്തില്ല, എന്നാലും കുറച്ചും കൂടെ കുറയാമായിരുന്നു. 54 ആ റേഞ്ച്. ഓക്കെ, ഓഫേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ബാങ്ക് ഓഫർ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ക്യാഷ് ബാക്ക്, അതും പേയ്മെൻറ്റ് ഓഫല്ല, ക്യാഷ് ബാക്ക് ഓഫ്. എടുക്കുന്നവർക്ക് എടുക്കാം, കുഴപ്പമില്ലാത്ത ഡീൽ അത്രയേ ഉള്ളൂ. പിന്നെ വേറെ വിവോ T3X ബഡ്ജറ്റ് ഫോണാണ്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസ് നോക്കുന്നവർക്ക് എടുക്കാം. മൾട്ടിപ്പിൾ ബാങ്ക്സിൻ്റെ ഓഫ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉണ്ട്, ഓൾ ബാങ്കാണ് കേട്ടോ, 1250 ഓഫ്. ഏത് ബാങ്കുള്ളവർക്കും നോക്കാം, ഓഫുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ 20,999, ബിഗ് ബില്യൺ 18,999 പോയതാണ്. 19,499. ഫെഡറൽ ബാങ്ക് ഉണ്ട് കേട്ടോ, ഫെഡറൽ ബാങ്കിന് ഓഫറുണ്ട്. പിന്നെ വേറെ ഇങ്ങനെ ഓഫർ വെച്ചാൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാണുമായിരിക്കും. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡയുടെ ഉണ്ട്, പിന്നെ ഫെഡറൽ ബാങ്ക്. ഇത്രയേ ഉള്ളൂ. കാർഡുള്ളവർ നോക്കുക. പിന്നെ അത്യാവശ്യം വലിയ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ. മോഡറേറ്റ് ടാസ്കിനും പിന്നെ ഐപാഡ് ഇപ്പം വേണമെന്ന് ഇപ്പം ആഗ്രഹിച്ചിട്ട് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. കാരണം പഴയ ഡിസൈനാണ്, 2021 മോഡൽ, മറ്റേ ഹോം ബട്ടണൊക്കെ ഉള്ള പഴയ ഡിസ്പ്ലേ ആണ്, പഴയ ഡിസൈനാണ്. ലൈറ്റ്നിങ് കേബിളാണ്, USB-C ഒന്നുമല്ല. ആവശ്യമുള്ളത് എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഐപാഡ് 10 ഉണ്ട്, അതും 64 GB ആണ്, ലിമിറ്റഡാണ്. ഗെയിമിങ്ങിനൊന്നും വലിയ ഗെയിമിംഗ് ഒന്നും പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ 2-3 പബ്ജിയും CODയും എല്ലാം കൊടുത്ത് ഗെൻഷിൻ ഇമ്പാക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ആയിട്ട് എടുത്തിടാൻ പറ്റത്തുള്ളൂ. അതാണ് 64 GB ലിമിറ്റേഷൻ. ഒക്കെ മിനിമം 128 GB എങ്കിലും നോക്കുക. മിക്കതും ഇപ്പോൾ 64 GB ഓഫർ എടുക്കുന്നത്. ഇപ്പം ഐപാഡ് ഞാൻ അറിയാം, ഔട്ട്ഡേറ്റഡ് മോഡലാണ്, ഏറ്റവും പഴയ മോഡലാണ്. കുറച്ചും കൂടെ USB-C ടൈപ്പ്, അത്യാവശ്യം ഫ്രഷ് മോഡൽ ഐപാഡ് 10 ചൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു സജഷൻ, ഗോ ഫോർ 128. 64 കൂടുതൽ ഓഫർ എന്നറിയാം, പക്ഷേ ഗോ ഫോർ 128 GB. പിന്നെ ഐപാഡ് എയർ ഇനിയും കുറയാം, കാരണം ഈ റേഞ്ചിൽ തന്നെ മറ്റേ 128 GB ഉണ്ട് ഐപാഡിൻ്റെ എയറിൻ്റെ M2. അത് നോക്കുക. ഓക്കെ, M1 നോക്കണ്ട, M2 ഇരിക്കത്തില്ല. അതെടുക്കാൻ ശ്രമിക്കുക. ഇല്ല ഐപാഡ്, പിന്നെ പഴയ ഐപാഡ് 2022 അതൊന്നും നോക്കണ്ട. അതിന് ബെറ്ററാണ് ഇപ്പോഴത്തെ ഐപാഡ് M4 Pro. ഓക്കെ, ഐപാഡ് 10 or 9 അത്രയ്ക്ക് ഇപ്പം ജനറൽ സ്റ്റഫിനൊക്കെ ആണെങ്കിൽ 64 GB മതി. യു ആർ വിഷിങ് ഫോർ സംതിങ് അത്യാവശ്യം ഗെയിമിങ്ങും അത്യാവശ്യം പ്രൊഡക്ടിവിറ്റിക്ക് മിനിമം 128 GB ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സജസ്റ്റ് ചെയ്യാൻ അതേ പറ്റത്തുള്ളൂ, 64 GB കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൊബൈൽ സെക്ഷൻ നോക്കാം. iPhone 15 നേരത്തെ പറഞ്ഞു, ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് മാത്രമേ ഓഫറുള്ളൂ. പിന്നെ S24 Plus വേണമെന്നുള്ളത് എടുത്താൽ മതി. എക്സിനോസ് ആണ്, സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത്യാവശ്യം ഓക്കെ ഉള്ളതാണെന്നുള്ളത് എടുക്കുക. എക്സിനോസ് അത്യാവശ്യം മോശമൊന്നുമല്ല, എന്നാൽ നോക്കാം. ആ പ്രൈസ് റേഞ്ചൊക്കെ വേറെ നല്ല ഫോൺസ് ഉണ്ടല്ലോ, 8 Gen 3 ഒക്കെ, IQ12 ഇതൊക്കെ കിടക്കുമ്പോൾ. പിന്നെ S23 ഉണ്ട്, അതും ആ പ്രൈസ് റേഞ്ചിനും 8 Gen 2 ആണ്. പക്ഷേ HS Gen 3 ഉണ്ട്, ആ പ്രൈസ് റേഞ്ചിന് നമ്മുടെ ഇതുണ്ടല്ലോ, IQ Neo 9 Pro ഉണ്ട് ഗെയിമിങ്ങിനാണെങ്കിൽ.
പിന്നെ ഗാലക്സി AI വേണമെന്നുള്ളവർക്ക് എടുക്കുക. ഓക്കെ, 8 GB 38,999. മറ്റേ IQ Neo 9 പ്രോയ്ക്കാണെങ്കിൽ 12 GB ഒക്കെ കിട്ടും. UFS 4.0 ആണ് സ്റ്റോറേജ്, ഇതുപോലത്തല്ല. ഓക്കെ, ഗാലക്സി സാംസങ് ഗാലക്സി AI വേണമെന്നുള്ളവർക്ക് ഈ 2 ഫോൺസ് നോക്കാം. പിന്നെ 15+ ഉണ്ട്. ഓക്കെ, ബാറ്ററി കുറച്ചും കൂടെ വേണമെന്നുള്ളത് 15+ എടുക്കുക. 15 വിട്ടിട്ട്. ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഒന്ന് പുഷ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിൻ്റെ ഓഫർ ഞാൻ നോക്കട്ടെ. ബാങ്ക് ഓഫേഴ്സ് ഒന്ന് 62-ന് കിട്ടുമല്ലേ. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് 5% അൺലിമിറ്റഡ്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഓഫറൊന്നുമില്ല. ഫ്ലിപ്കാർട്ട് ആക്സിസ് ഉള്ളവർക്ക് എടുക്കാം. പിന്നെ ഓക്കെ, മോട്ടോ G45 ബഡ്ജറ്റ് ഫോണാണ്, അത്യാവശ്യം നല്ല ഫോണാണ്, നോക്കാം. പോക്കോ M6 സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ പിക്സൽ 8 ഉണ്ട് 37-ന്. പിന്നെ പിക്സൽ 9 44 സംതിങ്ങിനുണ്ട്. വേണമെന്നാൽ എടുക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതിന് മുമ്പ് ഈ റേറ്റൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ സെയിം റേറ്റ് ആട്ടോ, നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള എടുക്കുക. കാരണം വലിയ റേറ്റ് വ്യത്യാസം എടുത്ത് പറയാനായിട്ട്. ഓക്കെ, പിന്നെ മോസ്റ്റ് സെർച്ച്ഡ് ഫോൺ മോട്ടോ എഡ്ജ് 50 എടുക്കാം. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഫോണാണ്. നിങ്ങൾ അത്യാവശ്യം അത് ക്യാരി ചെയ്ത് തറയിൽ വീണാൽ അധികം വലിയ പ്രശ്നമൊന്നും പറ്റത്തില്ല. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ആണ്, അതെടുക്കാം. 25,999 ആണ് ഓഫർ. മേ ബി ബാങ്ക് ഓഫർ കാണുമായിരിക്കും. ഏത് ബാങ്കാണെന്ന് ജസ്റ്റ് നോക്കാം. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉണ്ട്, പിന്നെ ആക്സിസ് ബാങ്ക് രണ്ടും ഉണ്ട് കേട്ടോ. ആക്സിസ് ബാങ്കിൻ്റെ അതും കിട്ടും. സോ 2000 ഇതിൽ 2000 ഓഫും പിന്നെ 5% ക്യാഷ് ബാക്ക് രണ്ടും കിട്ടും. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉള്ളവർ എടുക്കുക. ആക്സിസ് ബാങ്ക് അല്ല, ആക്സിസ് ബാങ്ക് ആണെങ്കിൽ വെറും 2000 ഓഫ് കിട്ടത്തുള്ളൂ. 2000 ഓഫ് മാത്രം. ഓക്കെ, ക്യാഷ് ബാക്ക് ഇല്ല. പിന്നെ ഏതാ, iPhone 16 സെയിം റേറ്റ്, ഒരു മാറ്റവും ഇല്ല. സെയിലിന് മുമ്പേ അതും ഒരേ റേറ്റ് ഇല്ല. പിന്നെ ഗൂഗിൾ പിക്സൽ 9 Pro, പിക്സൽ 7 ഉണ്ട്, അതെടുക്കേണ്ട. പിന്നെ പോക്കോ F6. ഓക്കെ, ഗെയിമിങ്ങിനാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം. 8 GB 256 GB 24,999. 12 നോക്കുക. ഓക്കെ, 512. ഓക്കെ, 12 GB നോക്കുക. 256 GB ഓക്കെയാണ്. ഡെഡ് പൂളിൻ്റെ വേരിയൻ്റ് ഉണ്ട് 28,999. വെരി ഗുഡ് ഡീൽ. ഓക്കെ, അത് നോക്കുക. ഓക്കെ, എന്തേ 30,000 അണ്ടർ നല്ലൊരു ഫോൺ തന്നെയാണ്. ഗെയിമിങ് ക്യാമറ ഷോക്കാണ്, പെർഫോമൻസ് ബേസ്ഡ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, മറ്റേ ജസ്റ്റർ കൺട്രോളൊക്കെ ഉണ്ട് പോക്കോ F6 ഒക്കെ കൊള്ളാം. ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ ബഡ്ജറ്റിനകത്ത് ബിലോ 25 നല്ലൊരു ഫോൺ നോക്കുന്നെങ്കിൽ പോക്കോ X6 Pro ഫോർ പെർഫോമൻസ്. ഓക്കെ, ഗെയിമിംഗ് ബേസ് നല്ല, ഏകദേശം നമ്മുടെ F6-ൻ്റെ അത്രയും അൺടൂട്ട് കിട്ടുന്നുണ്ട്. A300 Ultra നല്ല പ്രൊസസ്സറാണ് കണ്ടോ. ഇപ്പോൾ ടാക്സ് ബാങ്കിൻ്റെ ഓഫർ 28,999 വാങ്ങിക്കാം. ഓക്കെ, 25,000 അണ്ടർ നോക്കുന്നെങ്കിൽ നല്ലൊരു ഫോണാണ്. 12 GB കിട്ടും. ഓക്കെ, പിന്നെ വേറെ 12 GB-യോ അല്ല, സോറി 8 GB ഒക്കെ, മിനിമം 8 GB നോക്കുക. 8 GB തൊട്ടാണ് സ്റ്റാർട്ടിങ്. 12 GB നോക്കുക. ഓക്കെ, മിനിമം 12 GB നോക്കുക, നമുക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ പോക്കോ F6 P2 Pro പിന്നെ ഏത് ഫോണുള്ള എടുത്ത് പറയാനായിട്ട് ഞാൻ ഒരു ഫോണില്ല. എല്ലാം വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ നത്തിങ് ഫോൺ സെയിം 21,999 സെയിം. കാർഡ് ഓഫേഴ്സ് ഇല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. ഇത് കൊള്ളാം കേട്ടോ, T3 Pro നല്ല ഫോണാണ്. 7 Gen 3 ഈ ഒരു റേഞ്ച് കിട്ടുകയെന്ന് വെച്ചാൽ തന്നെ 21,999. ഏത് ബാങ്ക് ഉണ്ടെങ്കിലും, ഏത് ബാങ്ക് കാർഡ് ഉണ്ടെങ്കിലും 3,000 ഓഫ്. നല്ലൊരു ഓഫറാണ്, നോക്കി വെച്ചേക്കുക. T3 Pro. ഓക്കെ, നല്ല ഫോൺ. ആ ഒരു പ്രൈസ് റേഞ്ച് വിച്ച് ഇസ് ഗുഡ്.
പിന്നെ ഉള്ളത് ഷവോമി 14 CB, ഇതൊക്കെ സെയിം അത് തന്നെ, കുഴപ്പമില്ല അത്യാവശ്യം. പിന്നെ ഒപ്പോ റെനോ 12, എഡ്ജ് 50 അൾട്ര, പിക്സൽ 7C ഫോൾഡ് 6 പ്രീമിയം സെഗ്മെൻ്റ് എത്തി. പിന്നെ ഉള്ളത് പിന്നെ ഇവിടെ നമ്മൾ റിയൽമി GT6 ഞാൻ കണ്ട, ഒരു മിനിറ്റ്, റിയൽമിയുടെ GT6. പിന്നെ നമ്മുടെ നത്തിങ് ഫോണുണ്ട്, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇതിന് മുമ്പേ അപ്പോഴിതേ ഇത് തന്നെ. വേണമെന്നുള്ളത് എടുക്കുക. ഒരു ഓഫറൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓഫർ വേണമെങ്കിൽ അടുത്ത ബിഗ് ബില്യൺ ഡേക്ക് നോക്കിയാൽ മതി. ഇൻഫിനിക്സ് എല്ലാം മിഡ് റേഞ്ച് ഫോണാണ്, സെയിം റേറ്റ് തന്നെയാണ്. നിങ്ങൾ കയറി നോക്കിയത്, എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഓഫർ ഞാൻ പറഞ്ഞത് 2-3 ഫോണിൽ മാത്രമേ ഉള്ളൂ എടുത്ത് പറയാനായിട്ട്. F6 റിയൽമി GT6 8S Gen 3 ആണ്. ഓക്കെ, നല്ല ഡിസ്പ്ലേ അത്യാവശ്യം. ഓക്കെ, 8GB ആണ്, 256GB ആണ്. കുറച്ചുകൂടെ 512 ഇട്ട് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്ക്. അത് കുറച്ചും കൂടെ ഹെവി യൂസേഴ്സ് ആണെങ്കിൽ. ഓക്കെ, 35 കിട്ടും. നല്ല ഇതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന് ഉള്ളവർക്ക് കോളാണ്. ഈ 4000 രൂപ ഓഫും കിട്ടും, പിന്നെ അല്ലാണ്ട് തന്നെ ക്യാഷ് ബാക്കും കിട്ടും. 4000 രൂപ ഓഫ് എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഉണ്ട് കേട്ടോ, വിച്ച് ഈസ് ഗുഡ്. നല്ല ഓഫറാണ്, നോക്കാം. യെസ്, സോ ഇത്രയൊക്കെ ഉള്ളൂ മൊബൈലിൽ പറയാനായിട്ട്. വലിയ ഓഫറൊന്നുമില്ല, കുറച്ച് പേയ്മെൻറ്റ് ഓഫേഴ്സ് ബാങ്ക് കാർഡുള്ളവർ മാത്രം പോയി എടുത്താൽ മതി എന്നാണ് ഫ്ലിപ്കാർട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ ലാപ്ടോപ്പ് അതെ കണ്ടില്ലേ, മാക് ബുക്കിന് വില കുറച്ചിട്ടേക്കും, കാരണം 16GB ആക്കില്ല. അപ്പോൾ 8GB വിൽക്കണമല്ലോ. അപ്പോൾ 8GBയുടെ ഇതിൻ്റെ ആയിരിക്കും. 8GB 256 71,990 ലോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഇയർ. ഓക്കെ ആയിരുന്നു, കാരണം ഫ്ലിപ്കാർട്ട് മറ്റേ ബിഗ് ബില്യൺ സമയത്തൊന്നും ഈ അമ്മതി റാം കുറച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, സോറി, റാം കൂട്ടിട്ടില്ലായിരുന്നു 18. അപ്പം ഒരു ഇതിനെ പോകത്തുള്ളൂ. ഇപ്പം റാം എന്തെങ്കിലും കൂട്ടിയ സ്ഥിതിക്ക് ഈ പഴയ മോഡൽസ് എന്തായാലും വില കുറയും. ഓക്കെ, M2 നോക്കുക, 66 കിട്ടും. SBIയുടെ കാർഡുള്ളവർക്ക് 5000 രൂപ ഓഫുണ്ട്. സോ എടുക്കുന്നവർക്ക് എടുക്കാം. ഓക്കെ, കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു മാക് ബുക്ക് M1 നമ്മുടെ ചാനലിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് 8GB ബേസ് വേരിയൻറ്റ്. അപ്പോൾ എന്തായാലും ഇതും അത്യാവശ്യം കുറച്ചും കൂടെ ലോങ് സപ്പോർട്ടും കിട്ടും. ഓക്കെ, അപ്ഡേറ്റ് കുറച്ചും കൂടി M1 ഡാറ്റയും കുറച്ചും കൂടി ഇയേഴ്സ് കിട്ടും. അപ്പം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എഡിറ്റിങ്ങും സംഭവമൊക്കെ അതിൽ പോകുന്നുണ്ട്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ SSDയും കൂടെ വെച്ചാൽ സുഖം. പിന്നെ ഗാലക്സി ബുക്ക് ഓഫറൊന്നും ഇല്ല, എല്ലാം സെയിമാണ്. ഈ ഇപ്പോൾ ആപ്പിളിൻ്റെ കുറച്ച് വില കുറച്ച് അറിയാമല്ലോ, ആ ഒരു റാം കൂട്ടിയുണ്ട് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ആ മൊബൈൽ കുറച്ച് ഞാൻ പറഞ്ഞതും പിന്നെ ഈ ലാപ്ടോപ്സ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ പിന്നെ നമ്മുടെ ഐപാഡ് മിനിക്ക് വല്ല ഓഫർ ഉണ്ടോ നോക്കട്ടെ. സോറി, 6th Gen ആണല്ലോ അല്ലേ. 48,000 സംതിങ് തന്നെയാണ്, വലിയ വില കുറവൊന്നുമില്ല. 128GB. പിന്നെ നമ്മുടെ ഈ ലെനോവോയുടെ ലീജിയൻ്റെ ഗെയിമിംഗ് ടാബ്ലറ്റ് ഉണ്ടായിരുന്നല്ലോ. ലെനോവോ ലീജിയൻ ടാബ്ലറ്റ്, ഇത് നല്ലൊരു ടാബ്ലറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ബിഗ് ബില്യൺ ഡേക്ക് 24,999 വിറ്റുപോയി. എന്നുവെച്ചാൽ പ്രൈസ് കാർഡ് ഓഫർ ഇല്ലാതെ പ്രൈസ് 24,999 വിറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, 2 USB ഉണ്ട്, നമ്മുടെ 8+ Gen 1 പ്രൊസസ്സറാണ്, 144 Hz, നല്ല കോമ്പാക്റ്റ് സൈസാണ്, 8.8 ഇഞ്ച്, നല്ല ഒരു അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ കൊള്ളാവുന്ന ടാബ്ലറ്റാണ്. ഓക്കെ, പക്ഷേ ഈ റേഞ്ച് നിങ്ങൾ വാങ്ങിക്കേണ്ട. ഓക്കെ, 34,999 കൊള്ളത്തില്ല. മെമ്മറി കാർഡും എല്ലാം ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ഇത് തന്നെയായിരുന്നു ആ സമയം. ആ 24,999 എക്സലൻറ്റ് ഡീലായിരുന്നു. പക്ഷേ ഇപ്പോൾ 33,249 അത്
കാർഡ് ഓഫറും കൂടെ ചേർത്തത് ഭയങ്കര മോശം ശോകമാണ്. കാരണം 24,999 പിന്നെ കാർഡ് ഓഫറും കൂടെ 23, 22 സംതിങ് ആ റേഞ്ചിൽ ഷുവർ റെക്കമെൻഡേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താ ചെയ്യാൻ, ഓഫർ ഈ വിലയ്ക്ക് പോകത്തില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ടാബ്ലറ്റും ഇതിനൊക്കെ കുറിച്ച്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ച്. സോ നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഡീൽസ് കണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് KL01 Tech സൈനിങ് ഓഫ്. ബൈ.